3 ദിവസം മുന്നേ കേരളത്തിലെ പ്രമുഖ വാർത്താ അവതാരകൻ തൻ്റെ ചർച്ചാ പരിപാടിയിൽ പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു: എട്ടുകാലി മമ്മൂഞ്ഞ് MA ബേബിക്ക് രാജി നൽകി പണി നിർത്തി പോകുമെന്നാണ് തോന്നുന്നത്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിവെച്ച പാറ്റാ വിപ്ലവത്തിന് ആളും ആശയവും നൽകിയ SFIയെക്കുറിച്ച്, DYFIയെക്കുറിച്ച് ആത്യന്തികമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ ഇടപെടലുകൾ നമ്മളുടെ എല്ലാം മുന്നിൽ ദൃശ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പോലും ഇമാതിരി തരവഴി പറയണമെങ്കിൽ അത് കേരളത്തിൽ ഒരാൾക്കേ കഴിയൂ. അയാളുടെ പേരാണ് വിനു വി ജോൺ. കാരണങ്ങളൊന്നുമില്ലെങ്കിലും CPMൻ്റെ വെക്കിട്ട് കയറുന്നതിൽ വിനുവിൻ്റെ നേരെ ഇളയ സഹോദരനായി വരും ഏഷ്യാനെറ്റിലെ തന്നെ അബ്ജോദ് വർഗീസ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തോൽവിയുടെ കാരണഭൂതർ ഒഴിയുമോ എന്ന തലക്കെട്ടിൽ അബ്ജോദ് നടത്തിയ ചർച്ച അഥവാ അസംബന്ധ നാടകം. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. CPM കേന്ദ്ര കമ്മിറ്റി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ട് ആധാരമാക്കിയാണ് ഏഷ്യാനെറ്റിൻ്റെ പ്രൈം ഷോയായ ന്യൂസ് അവറിൽ അബ്ജോദ് ചർച്ച നയിച്ചത്. ആദ്യം നമുക്ക് അബ്ജോദ് ഉന്നയിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കി വരാം. അതിനുശേഷം അതിലടങ്ങിയിരിക്കുന്ന മണ്ടത്തരങ്ങൾ പറഞ്ഞു തരാം. 1. പിണറായി വിജയനെ ഏകദൈവമായി കണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 2. പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 3. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വജനപക്ഷപാതിത്വം നടത്തിയത് ആരാണ്? 4. വർഗീയതയുടെ വൻമരമായ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയത് ആരാണ്? 5. PM ശ്രീയിൽ ഘടകകക്ഷികളെ അറിയിക്കാതെ ഒപ്പിട്ടത് ആരാണ്? 6. അഴിമതിയും ആഡംബരവും പാർട്ടിയിലാകെ പടർന്നത് ആരിൽ നിന്നാണ്? 7. സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത പാർട്ടിയെ നയിച്ചത് ആരാണ്? 8. പാർട്ടിയെ നോക്കുകുത്തിയാക്കി ഭരിച്ചതാരാണ്? 9. പടുകൂറ്റൻ തോൽവിയുടെ കാരണഭൂതർക്ക് ആര് മണികെട്ടും? ന്യൂസ് ലാബിന് പെട്ടെന്ന് ഓർമ്മ വന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ അഴുക്കച്ചക്കൻ എന്ന ഡയലോഗാണ്. വിനു വി ജോണിൻ്റെ അനിയൻ എന്ന് വിശേഷിപ്പിച്ചെങ്കിലും അതിനേക്കാൾ മോശം. വിനു സാധാരണ 6-7 ചോദ്യങ്ങളിലൂടെയാണ് CPMനെതിരെ ആഞ്ഞടിക്കുന്നത്. അത് അബ്ജോദ് വർഗീസിലെത്തിയപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം 9ആയി. വിനുവിനേക്കാൾ മോശം. മോശമെന്ന് വെച്ചാൽ മഹാമോശം. ഒന്നാമത്തെ സംശയം, അബ്ജോദ് വർഗീസ് CPM കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിച്ച 20 പേജുള്ള റിപ്പോർട്ട് വായിച്ചോ എന്നതാണ്. വായിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ചയിൽ ഈ ചോദ്യങ്ങൾ മാത്രം വന്നാൽ പോരല്ലോ. അങ്ങനെയല്ല എങ്കിൽ ഈ ചർച്ച കരുതിക്കൂട്ടി CPMനെയും പ്രത്യേകിച്ച് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും അടിക്കാനുള്ള വടി മാത്രമാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് BJPയുടെ തുടർച്ചയായ വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും സ്വന്തം ലക്ഷ്യങ്ങൾ നേടുന്നതിനായി അത് ഭരണ സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ആഴത്തിലുള്ള വിശകലനം പാർട്ടി നടത്തണമെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. ഇങ്ങനെ ഒരു വാചകം റിവ്യൂ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അബ്ജോദ് ആ വാചകം കണ്ടിരുന്നോ? എന്നാൽ അബ്ജോദിന് ആ വാചകം ഒരു ചോദ്യമായി ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ കഴിയുമോ? പണ്ടൊരു ചർച്ചയിൽ പാനലിസ്റ്റിൽ ഒരാൾ നരേന്ദ്രമോദിയെ വിമർശിച്ചപ്പോൾ തനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലെന്ന് അയാളുടെ ചർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും ഇതേ അബ്ജോദ് തന്നെയാണ്. അപ്പോൾ നിശ്ചയമായും BJP വളർച്ചയെന്ന CPM ആശങ്ക അബ്ജോദിൻ്റെ ചോദ്യപ്പട്ടികയിൽ ഇടം പിടിക്കുമോ? ഇല്ലെന്നുള്ളത് 100 അല്ല 101 തരം സത്യമാണ്. CPMകാർ കയറി തല്ലില്ല എന്നുള്ള ആത്മവിശ്വാസം കേരളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഉള്ളതുപോലെ അബ്ജോദിനുമുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനെ എന്തും പറയാം, MV ഗോവിന്ദനെ എന്തും പറയാം, CPMനെതിരെ എന്ത് വൃത്തികേടും പറയാം. ഇനി അബ്ജോദ് നയിച്ച ചർച്ചയിലേക്ക് വന്നാൽ മാധ്യമപ്രവർത്തകൻ രാജേഷ് രാമചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രമോദ് പുഴങ്കര, മുൻ ഇടത് MP സെബാസ്റ്റ്യൻ പോൾ എന്നിവരാണ് അതിഥികൾ. ആദ്യം പോയത് സെബാസ്റ്റ്യൻ പോളിലേക്ക് ആയിരുന്നു. ഒരു വ്യക്തിയിലേക്ക് ഭരണം കേന്ദ്രീകരിച്ചത് എന്ന വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കാരണഭൂതൻ്റെ കാലം കഴിഞ്ഞാൽ പാർട്ടിയെ ജനങ്ങൾ നെഞ്ചേറ്റുമെന്ന ആത്മവിശ്വാസവും സെബാസ്റ്റ്യൻ പോളിനുണ്ട്.
മന്ത്രിസഭ ഫ്രാക്ഷൻ ഇല്ല എന്നതാണ് അബ്ജോദ് പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ പ്രസക്തമായ ഒന്ന്. എന്നാൽ അതിന് നേതൃത്വം നൽകിയ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണെന്ന് അബ്ജോദ് വിലപിക്കുകയും ചെയ്യുന്നു. കൂട്ടായ ഉത്തരവാദിത്തമെന്ന് എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞതിനെ ചോദ്യമായി അബ്ജോദ് ഉന്നയിക്കുന്നു. അല്ല അബ്ജോദേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ നേതൃത്വം പ്രവർത്തിക്കുന്നത് കൂട്ടായല്ലേ? അല്ലാതെ കോൺഗ്രസിനെ പോലെ പ്രത്യേകം ഗ്രൂപ്പ് യോഗം ചേർന്നല്ലല്ലോ CPM മുന്നോട്ട് പോകുന്നത്. ഫ്രാക്ഷൻ ഇല്ലായിരുന്നുവെങ്കിലും CPM മന്ത്രിമാരിൽ ഭൂരിപക്ഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിരുന്നു. എല്ലാ ദിവസവും അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടുന്ന പതിവുമുണ്ടായിരുന്നു. എങ്കിലും CPMനെ സംബന്ധിച്ച് ഫ്രാക്ഷൻ യോഗം എന്നത് പ്രധാനമാണെന്ന് തന്നെ ന്യൂസ് ലാബ് വിലയിരുത്തുന്നു. അബ്ജോദിൻ്റെ ചോദ്യത്തിന് മറുപടിയായി സെബാസ്റ്റ്യൻ പോൾ പങ്കുവെക്കുന്ന ഒന്നുണ്ട്. അതായത് ഈ നേതൃത്വത്തെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിയെ പുതുക്കാനുള്ള പദ്ധതിയാണ് വരാൻ പോകുന്നത് എന്നതാണ്. അതായത് അടുത്ത മാസം ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് സെബാസ്റ്റ്യൻ പോളിൻ്റെ കണ്ണ്. സത്യത്തിൽ അങ്ങനെയൊന്ന് CPMൻ്റെ കേരള ഘടകത്തിൽ സംഭവിക്കാൻ പോവുകയാണോ? ഇല്ല എന്നാണ് ന്യൂസ് ലാബിൻ്റെ വ്യക്തമായ ഉത്തരം. ഇടതുപക്ഷത്തിൻ്റെ ഓരം പറ്റി സഞ്ചരിച്ചിട്ടും ഇടതു പാർട്ടികളുടെ, പ്രത്യേകിച്ചും CPMൻ്റെ സംഘടനാ രീതികളെക്കുറിച്ച് കേവലമായ ധാരണ പോലും ഇല്ലാതെയാണ് സെബാസ്റ്റ്യൻ പോൾ നൽകുന്ന മറുപടി അത്രയും. ഏറ്റവും കൃത്യതയാർന്ന വിലയിരുത്തലിന് വേണ്ടിയാണ് വിശാല സംസ്ഥാന കമ്മിറ്റി വിളിച്ചിരിക്കുന്നത്. ഓർക്കുക, അതൊരു പാർട്ടി ഘടകമല്ല. അവിടെ തീരുമാനമെടുക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അത് CPMൻ്റെ ഭരണഘടന പ്രകാരം തെറ്റായ നടപടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ വളരെ പ്രധാനപ്പെട്ട 2-3 പേരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ സംസ്ഥാന കമ്മിറ്റിയിലേക്കോ പരിഗണിച്ചേക്കാം. അതിനപ്പുറം എം വി ഗോവിന്ദനെ ചർച്ച ചെയ്ത് തുലച്ച് CPM സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റിക്കളയാമെന്ന് അബ്ജോദും കരുതേണ്ട, കൂടെയുള്ള CPM വിരുദ്ധരും കരുതേണ്ട. അതായത് അടുത്ത വർഷം സെപ്റ്റംബർ മാസത്തോടെ CPMൻ്റെ സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനിടയ്ക്ക് വൻകിട അഴിച്ചുപണിക്കൊന്നും CPM പോകില്ല. നിലവിൽ അതിൻ്റെ ആവശ്യകതയുമില്ല എന്നുള്ളതാണ് വസ്തുത. 20 പേജുള്ള റിവ്യൂ റിപ്പോർട്ടെന്ന് ഈ ചർച്ചയിൽ ആദ്യമായി പറഞ്ഞത് രാജേഷ് ശ്യാമേന്ദ്രനാണ്. അവതാരകനും അത് പറഞ്ഞില്ല, സെബാസ്റ്റ്യൻ പോളും അത് പറഞ്ഞില്ല. അതായത് ചർച്ചയ്ക്ക് കയറും മുന്നേ രാജേഷ് ശ്യാമേന്ദ്രൻ ആ 20 പേജും വായിച്ചു എന്ന് തന്നെ കരുതാം. പിണറായി വിജയൻ്റെ പേര് പരാമർശിക്കാതെ പോയതിൽ അങ്ങേയറ്റം ശുഭിതനാണ് രാജേഷ് ശ്യാമേന്ദ്രൻ. പിണറായിക്ക് പറ്റിയ തെറ്റുകൾ, അങ്ങേയറ്റം ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, വർഗീയ താല്പര്യങ്ങളെ പീഡിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ തുടങ്ങി എന്തൊക്കെയോ അദ്ദേഹം ശോഭം കൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. തീ പിടിച്ച ഒറ്റ മരമായി നിന്നങ്ങ് കത്തിജ്വലിക്കുകയാണ് അദ്ദേഹം. രാജേഷ് ശ്യാമചന്ദ്രൻ എന്ന ഈ മാധ്യമ പുങ്കവൻ്റെ ഒരേ ഒരു പ്രശ്നം പിണറായി വിജയനാണ്. വിനു വി ജോണിനെ പോലെ, അബ്ജോദ് വർഗീസിനെ പോലെ, സി ദാവൂദിനെ പോലെ, SA അജിംസിനെ പോലെ, പ്രമോദ് പുഴങ്കരയെ പോലെ, NB ചെക്കുട്ടിയെ പോലെ, ആസാദിനെ പോലെ, CR നീലകണ്ഠനെ പോലെ, ഉമേഷ് ബാബുവിനെ പോലെ അങ്ങേയറ്റം പിണറായി വിരുദ്ധതയും CPM വിരുദ്ധതയും മാത്രം കൈമുതലായുള്ള ഒരു പാഴ് ജന്മം. CPM കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ 20 പേജുള്ള റിവ്യൂ റിപ്പോർട്ട് മനസ്സിരുത്തി വായിച്ചിരുന്നുവെങ്കിൽ രാജേഷ് ശ്യാമേന്ദ്രന് ഇങ്ങനെ പറയാൻ കഴിയില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ലളിതമായ ഭാഷയിലും അത്രമാത്രം വ്യക്തതയിലുമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പതിവ് മാർക്സിസ്റ്റ് പദാവലികൾ പരമാവധി ഒഴിവാക്കി ഏത് സാധാരണക്കാരനും വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന റിവ്യൂ റിപ്പോർട്ട് വായിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടാണ് രാജേഷ് ശ്യാമേന്ദ്രൻ്റെ ഈ പിച്ചുംപേയും പറച്ചിൽ. പിണറായിയുടെ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ല എന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയായി ഈ മഹാൻ പല ആവർത്തി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ അബ്ജോദ് അങ്ങേയറ്റം സന്തോഷവാനായിരിക്കുന്നതും ഇടയ്ക്ക് കയറി ചില കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നതും നമുക്ക് ഈ ചർച്ചയിൽ കാണാൻ കഴിയും. CPM വിരുദ്ധ ജ്വരം അബ്ജോദിനാണോ രാജേഷ് ശ്യാമേന്ദ്രനാണോ എന്ന് സംശയിച്ചു പോയി. അപ്പോഴേക്കും പ്രമോദ് പുഴങ്കരയുടെ വരവായി. റിപ്പോർട്ടിൽ പറഞ്ഞ ചിലതരം ശുഭാപ്തി വിശ്വാസങ്ങളെയൊക്കെ നിർഭാഗ്യവശാൽ തനിക്ക് യോജിക്കാൻ കഴിയുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പുഴങ്കരയുടെ എൻട്രി. പിണറായി വിജയനും കുടുംബവും മാത്രമാണ് പാർട്ടിയുടെ അധോഗതിക്ക് കാരണമെന്ന് നാം കണ്ടുകൂടാ. പാർട്ടിയുടെ ആന്തരികമായ ജീർണതയുടെ ഉൽപ്പന്നം കൂടിയാണ് പിണറായി വിജയൻ. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നുപോയ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് പിണറായി വിജയൻ്റെ നേതൃത്വം. പുഴങ്കരയുടെ
പോസ്റ്റ് മോഡേണിസ്റ്റ് വാളിത്തരങ്ങൾ കേട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഈ പാർട്ടി, അതായത് CPM, രക്ഷപ്പെടാനേ പോകുന്നില്ല എന്നാണ് പുഴങ്കര ആത്യന്തികമായി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇതേ പുഴങ്കര തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പിണറായി വിജയനെ പുകഴ്ത്തി എഴുതിയത് എത്ര തവണ വായിച്ചയാളാണ് ഞാൻ. എൻ്റെ പൊന്നെ, ഇമാതിരി ഐറ്റത്തൊക്കെ എവിടുന്ന് കിട്ടുന്നു അബ്ജോദേ? ഇത്രയുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് CPM കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ കാണാതെ പോയ ഭാഗങ്ങളിൽ ചിലത് ന്യൂസ് ലാബ് ചൂണ്ടിക്കാണിക്കാം. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ LDF സർക്കാരിനെ വിവേചനപരമായിട്ടാണ് കണ്ടത്. കേന്ദ്രം ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും സാമ്പത്തിക വിഹിതങ്ങൾ നിഷേധിക്കാനും ശ്രമിച്ചു. ഇതിനായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച അതീവ പ്രതികൂലമായ സാഹചര്യത്തിലാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനാൽ നമ്മൾ പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടും പാവപ്പെട്ടവർക്കും തീരെ പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള ചില പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. എങ്കിലും ഈ പരിമിതികൾക്കുള്ളിലും അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും ജനക്ഷേമകരമായ വിവിധ പദ്ധതികൾ നടപ്പാക്കാനും സർക്കാരിന് കഴിഞ്ഞു എന്നത് പ്രശംസനീയമായ നേട്ടമാണ്. മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ലക്ഷ്യമിട്ട് അസത്യങ്ങൾ പ്രചരിപ്പിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF പ്രചാരണം നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും LDFനുമെതിരെ എല്ലാ വലതുപക്ഷ ശക്തികളെയും ഏകോപിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വെൽഫെയർ പാർട്ടിയും പോലുള്ള വർഗീയ ശക്തികൾ UDFനായി പരസ്യമായി പ്രചാരണം നടത്തി. ഇത് LDFനെതിരെ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കാൻ സഹായകമായി. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നമ്മളുടെ സർക്കാരിൻ്റെ നേട്ടങ്ങളെയും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും വലിയ രീതിയിൽ തമസ്കരിച്ച് പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചു. കോർപ്പറേറ്റ് അനുകൂലികളായ കോൺഗ്രസിനും UDFനും BJPക്കും ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ബോധപൂർവം ചെയ്തത്. തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ CPMൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. BJP CPM ഡീലെന്ന് ആരോപിച്ചു. യഥാർത്ഥത്തിൽ LDFനെ തോൽപ്പിക്കാൻ BJPയും കോൺഗ്രസും പരസ്പരം സഹായിച്ച സംഭവങ്ങളാണ് ഉണ്ടായത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചും വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുമുള്ള കോൺഗ്രസിൻ്റെ നിലപാടും വർഗീയ ശക്തികളോടുള്ള അവരുടെ മൃദു സമീപനവും BJPയുടെ മെച്ചപ്പെട്ട പ്രകടനത്തിന് വഴിവെച്ചു. ഈ പറഞ്ഞതത്രയും 20 പേജ് വരുന്ന റിവ്യൂ റിപ്പോർട്ടിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ്. ഇവിടെ മാധ്യമ വിമർശനമൊക്കെ വരുന്നത് കൊണ്ടാകാം അതൊക്കെ തമസ്കരിച്ച് തങ്ങൾക്ക് വേണ്ടത് മാത്രം പെറുക്കിയെടുത്ത് CPMനെ അടിക്കാൻ റിവ്യൂ റിപ്പോർട്ടിനെ തന്നെ ഉപയോഗിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ റിവ്യൂ റിപ്പോർട്ട് തന്നെ 3-4 വീഡിയോ ആയി ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ന്യൂസ് ലാബ് കരുതുന്നത്. കാരണം സത്യമേത് കള്ളമേത് എന്ന് മനുഷ്യർക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത വിധം മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.